നമ്മുടെ ഒട്ടുമിക്ക യാത്രകളും നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ആഗ്രഹവുമായി ഞാൻ ദേ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. യാത്ര ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റലായ വാരണാസിയിലേക്ക്. കുറേ അധികം നാളുകളായി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വാരണാസിയുടെ റീൽസും കാര്യങ്ങളൊക്കെയായിരുന്നു സജഷനായി വന്നുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഫാലിമി മൂവി കൂടെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെയാണ് വാരണാസിക്ക് പോകാൻ പറ്റിയ സമയമെന്ന്. വാരണാസിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. വാരണാസി ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റലാണ്. 24 മണിക്കൂറും ചിതയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, മരണം ആഘോഷിക്കപ്പെടുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗംഗാരതി കാണാൻ കഴിയുന്ന വാരണാസിയിലേക്ക്. കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് പോകാനായി നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ. ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ വാരണാസിയിലേക്കില്ല. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒരുപാട് കണക്ഷൻ ഫ്ലൈറ്റുകൾ നമുക്ക് വാരണാസിയിലേക്ക് കിട്ടും. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴേക്കും നമുക്ക് വാരണാസിയിൽ എത്താൻ കഴിയും. എന്നാൽ ഇപ്പം ബഡ്ജറ്റ് കുറച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിൻ തന്നെയാണ് ശരണം. എറണാകുളത്ത് നിന്നും എല്ലാ ശനിയാഴ്ചയും പുറപ്പെടുന്ന പാറ്റ്ന എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നും വാരണാസിയിലേക്കുള്ള ഏക ട്രെയിൻ. ഇതേ ട്രെയിൻ ചൊവ്വാഴ്ചകളിൽ തിരിച്ച് കേരളത്തിലേക്കും ഉണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ചെന്നിറങ്ങുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്നും ഒരുപാട് കണക്ഷൻ ട്രെയിനുകൾ വാരണാസിയിലേക്ക് പോകുന്നുണ്ട്. വാരണാസിയിൽ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാരണാസിയിൽ കിട്ടുന്നത്. ഇതേ സമയങ്ങളിലാണ് ഇവിടെ ദിവാലിയും കാർത്തിക പൗർണമിയും ഒക്കെ തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. വാരണാസിയിൽ എല്ലാ ആൾക്കാരും പോകുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഗംഗാ ആരതി കാണുക എന്നുള്ളതാണ്. ഗംഗാ ആരതി എന്ന് പറയുന്നത് അവിടെ 2 ഘട്ടുകളിലാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ദശാശ്വമേധ ഘട്ടിലും രാവിലെ അസ്സി ഘട്ടിലുമാണ് ഈ ഒരു ഗംഗാ ആരതി നടക്കുന്നത്. ഗംഗാ ആരതി തികച്ചും സൗജന്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു ലൊക്കേഷനിൽ ഒരു 3 മണി 3:30 മണിയോട് കൂടിയിട്ട് എത്താനായിട്ട് ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല റഷ് കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഇരിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മോർണിംഗ് ആരതി വിന്റർ സമയങ്ങളിൽ ഏകദേശം 5:50 കൂടിയും ദശാശ്വമേധിലെ വൈകുന്നേരത്തെ ഗംഗാ ആരതി ഏകദേശം 6:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസംബർ 21 വ്യാഴാഴ്ച രാവിലെ 7 മണി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 2 വന്നിരിക്കുകയാണ്. ഇതിവിടുത്തെ പുതിയ അന്താരാഷ്ട്ര ടെർമിനലിലാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ കൂടുതലായിട്ട് വരുന്നതും പോകുന്നതൊക്കെ ഈ ഒരു ടെർമിനൽ 2 നിന്നാണ് കേട്ടോ. അടിപൊളി ഒരു എയർപോർട്ടാണ്. ആ ഒരു എയർപോർട്ടിനെ കുറച്ചധികം നല്ല കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ടെർമിനൽ 2 ബാഗേജ് ക്ലെയിം ഏരിയയിൽ വന്നിട്ടുണ്ട്. അടിപൊളി ഒരു എയർപോർട്ടാണ് കേട്ടോ ഈ ഒരു പുതിയ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2 എന്ന് പറയുന്നത്. അതായത് ബാഗേജ് ക്ലെയിമിനുള്ള വലിയൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഒരു 8-9ഓളം റാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തന്നെ ഇവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ ആ ഒരു തീമും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പഴയ മോഡൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു തീമാണ് ഇവിടെ. ഈ ഒരു എയർപോർട്ട് ഫുള്ള് നമുക്ക് മണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഒരു കാടും ആനകളും കാര്യങ്ങളൊക്കെ സംഭവങ്ങൾ. ഇവിടെയാണ് നമ്മുടെ ലഗേജ് ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ലഗേജ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് തിരുവനന്തപുരത്ത് നിന്നും വാരണാസിയിലേക്കുള്ള 2 ഫ്ലൈറ്റുകളും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തന്നെ ഫ്ലൈറ്റുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെയും ബാംഗ്ലൂരിൽ നിന്നും വാരണാസി വരെയുള്ളതും. നമ്മുടെ ലഗേജ് ഡയറക്റ്റായിട്ട് വാരണാസി തന്നെ വരും. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് പുറത്തോട്ട് പോകണം. പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതൊക്കെയാണ് പരിപാടി. ഇവിടെ നോക്കി ആനയുടെ 2 രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ, അടിപൊളി. അപ്പം നേരെ എക്സിറ്റ് ആയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അടിപൊളി. നീ ഒരു ആനയുടെ രൂപമൊക്കെ നോക്കി നല്ല രീതിയിൽ ചൂരലിൻ്റെ ആ ഒരു സംഭവം കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഈ ഒരു വാളിൽ ഫുള്ളായിട്ട് കണ്ടില്ലേ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിപൊളി കിട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എയർപോർട്ട്. നൈസ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്നു. വെൽക്കം ടു ബാംഗ്ലൂരു. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആവുകയാണ് കേട്ടോ. എൻ്റെ മോനെ ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കിക്കേ, ഉയ്യോ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത എയർപോർട്ട്. ഈ മോളിലൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കിക്കേ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടിലിന് എയർപോർട്ട് എന്ന് പറഞ്ഞാലും പോരാ, കിട്ടിലിന് എയർപോർട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ടെർമിനൽ 2 എക്സിറ്റ് കേട്ടോ.
അതായത് അറൈവൽ ഹോളാണ്. ആൾക്കാരൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. കുറേ ആൾക്കാർ വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്, വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അടിപൊളി എയർപോർട്ട് എന്ന് വെച്ചാൽ അടിപൊളി എയർപോർട്ട്. ഞാൻ ഒരുപാട് എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അലങ്കാരപ്പണികളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. കിട്ടിലിന് എയർപോർട്ട് സൂപ്പർ ഇംപ്രസീവ്. ഈ ഒരു ടെർമിനൽ 2 അറൈവൽ ഹാളിലോട്ട് വരുമ്പോഴത്തേക്കും കുറേയധികം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിസ്സ ഹട്ടും സംഭവങ്ങളും വെൻഡീസിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു വർക്ക് നോക്കിക്ക്, ഈ ഒരു ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അറൈവൽ ഹാൾ ഒരു രക്ഷയില്ല. ഡിപ്പാർച്ചർ മുകളിലാണ്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷട്ടിൽ സർവീസൊക്കെ കിട്ടും. ടെർമിനൽ 1 പോകാനുള്ള സിറ്റി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിപ്പാർച്ചറൊക്കെ ആ ഒരു സൈഡിലോട്ടാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടാണ് പിക്കപ്പും പിന്നെ അതുപോലെ തന്നെ പെയ്ഡ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സൈഡിലോട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ 1 കാണാൻ പറ്റും കേട്ടോ. അതാണ് ടെർമിനൽ 1, ബാംഗ്ലൂരിലെ ആദ്യത്തെ ആ ഒരു പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ നേരെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇവിടെ പുതിയ എയർപോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, BLR എയർപോർട്ട് ടെർമിനൽ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സിറ്റി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാവുന്ന സിറ്റി ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും കൂടെ വന്നിട്ടാണ് പോകുന്നത്. ഷട്ടിൽ ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടെർമിനൽ 1 പോകാനായിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ, ബാംഗ്ലൂർ ഇസ് ചില്ലിങ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. രാവിലെ ഇപ്പം 8 മണിയാകുന്നു. ഒരു രക്ഷയില്ലാത്ത മൂടൽ മഞ്ഞാണ് കേട്ടോ. ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു രക്ഷയില്ലാത്ത മൂടൽ മഞ്ഞാണ്. ബാക്കിൽ മൊത്തം ഒരേ തണുപ്പ്. ബാംഗ്ലൂർ ഇസ് ചില്ലിങ്. അപ്പോൾ നമ്മൾ ടെർമിനൽ 2 നിന്ന് ഷട്ടിൽ ബസ്സൊക്കെ പിടിച്ചിട്ട് ഇപ്പം ടെർമിനൽ 1 വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ആദ്യത്തെ പഴയ എയർപോർട്ട് നല്ല ഇപ്പോഴും ഈ എയർപോർട്ട് ചാലുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെൻ്ററാണ്. ബ്രേക്ക്ഫാസ്റ്റ് സെൻ്റർ അല്ല, ഫുൾ ടൈം ഫുഡുണ്ട്. നന്ദിനി ഉപച്ചാർ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. ആ സ്ഥലത്താണ് സംഭവം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആദ്യത്തെ ലക്ഷ്യം. മണി 8:15 നല്ല മൂടൽ മഞ്ഞുണ്ട് കേട്ടോ. നല്ല മൂടൽ മഞ്ഞും നല്ല തണുപ്പും ഉണ്ട് ബാംഗ്ലൂർ. അടിപൊളി. അപ്പോൾ എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. സോ ടെർമിനൽ 1 പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഷട്ടിൽ ബസ് എടുത്തിട്ട് ഇവിടെ ടെർമിനൽ 2 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഡിപ്പാർച്ചർ ഹാളിലേക്ക് പോകാനാണ് കേട്ടോ. ഡിപ്പാർച്ചറിന് അവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നടന്ന മോളിൽ കയറി വന്നു. ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിക്കുകയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, പൊളിയെന്ന് വെച്ചാൽ ഇജാതി പൊളി. ഒരുപാട് എയർപോർട്ടുകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കിട്ടിലിൻ സാധനം. ഒരു രക്ഷയില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ. ഇത് ഡിപ്പാർച്ചർ ഹാളിൻ്റെ എൻട്രൻസ് ആണ്. അത് ഇവിടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ, ഗേറ്റും കാര്യങ്ങളൊക്കെ. ടെർമിനൽ 2 ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി. അപ്പോൾ നമുക്കിനിയിപ്പം 12:30 ഉള്ളൂ ഫ്ലൈറ്റ്. ഏകദേശം 4 മണിക്കൂറോളം നമുക്കിവിടെ ലേ ഓവർ ഉണ്ട് ബാംഗ്ലൂരിൽ. 12 മണിക്കാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അടിപൊളി. ഞാൻ ജസ്റ്റ് ടെർമിനൽ 2 അകത്തോട്ട് കയറി കേട്ടോ. ഇത് മറ്റേ ഫാൻറ്റസി വേൾഡിലൊക്കെ കാണുന്ന കണക്കൊരു സംഭവമാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. നോക്കിക്കേ, എന്തൊക്കെയാണോ എന്തോ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ജാതി പരിപാടി കേട്ടോ. കിട്ടില്ലെന്ന് പറഞ്ഞാലും പോരാ. അടിപൊളി എയർപോർട്ട്, ഒരു രക്ഷയില്ല. നോക്കിക്കേ, ചെക്കിൻ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ABCDEF അങ്ങനെ 6ഓളം ചെക്കിൻ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മുകളിലൊക്കെ നോക്കി, ഇതെല്ലാം ഒറിജിനൽ ചെടിയാണ് കേട്ടോ. ഒറിജിനൽ ചെടിയാണ് അവർ ആക്ച്വലി. ഇതങ്ങനെ വെള്ളം നനച്ച് സെറ്റാക്കി എടുക്കുമെന്തോ ഒരു ഐഡിയ ഇല്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും പോരാ, കിടിലൻ സംഭവം. ബ്യൂട്ടിഫുൾ എയർപോർട്ട്. മരണമാസം, കൊലമാസം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ മോളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇന്നിപ്പോൾ നേരെ ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്കിനിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ഫുള്ള് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ടുള്ളത്. അടിപൊളി എയർപോർട്ട് കേട്ടോ. എല്ലാ ആൾക്കാരും, ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഫുള്ള് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ്. നോക്കേ, കിടിലം. ഇപ്പോൾ എയർപോർട്ടിൽ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപയും മാത്രമാണ് കേട്ടോ. നമുക്ക് ഫുള്ള് ഒറിജിനൽ ചെടികളാണ്. പല ടൈപ്പിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. ആൾക്കാരൊക്കെ ഒരേ ഫോട്ടോ എടുപ്പ്, റീലെടുപ്പ് എന്നുണ്ട്. ഒരു രക്ഷയില്ല. കിട്ടിലിൻ എയർപോർട്ട്. ഓക്കെ, ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി.
അപ്പോൾ അതേ നമ്മുടെ വാരണാസിക്കുള്ള ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, വാരണാസി. സോ ഇനിയിപ്പോൾ നമ്മുടെ ലഗേജ് വെക്കണം, ഇവിടെ നിന്ന് നേരെ ടൗണിലേക്ക്. അപ്പോൾ നമ്മൾ വാരണാസിയിലെത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്ത് ടാക്സിയും കാര്യങ്ങളും ഓട്ടോറിക്ഷ സംഭവങ്ങളൊക്കെ കിട്ടും, ഷെയറിങ് ഓട്ടോയും ഷെയറിങ് ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ടൗണിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് ബസ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ടൗണിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നുകിൽ ടാക്സി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഊബർ ഓല തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പിടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് ഊബർ ഓല അങ്ങനെ പിടിച്ചിട്ട് വേണം ടൗണിലോട്ട് പോകാൻ. അവിടെയാണ് നമ്മൾ ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു ആകെ മൊത്തം ടോട്ടലോട്ട്. പഴയ ഒരു എയർപോർട്ടാണേ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇതേ വാരണാസിയിലൂടെ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി താമസിക്കുന്നത് ഗഡ്ഡുകളുടെയൊക്കെ അടുത്തുള്ളൊരു ഏരിയയാണ്, ഗോഡലിയാർ ചൗക്ക് അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറെടുക്കും എന്തായാലും ഇവിടുന്ന് പോകാനായിട്ട്. പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ വാരണാസിയിലെ എയർപോർട്ട് വരുന്നത് ബാപ്പത്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അത് ഈ പറയുന്ന ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള നമ്മുടെ കാശി വിശ്വനാഥ ടെമ്പിൾ, അതുപോലെ തന്നെ ദശാശ്വമേധ് ഘട്ടൊക്കെയുള്ള ഗോഡോലിയ ചൗക്ക് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ അകലെയാണ് വാരണാസി എയർപോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഓട്ടോറിക്ഷയോ ടാക്സിയോ ഒക്കെ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റൂ. ലൈൻ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് യുപിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ട്.